ആദാബ്. ഇന്നത്തെ വീഡിയോയിൽ ഹോഷിയാർ രഹോ എന്ന പാഠഭാഗത്തിലെ താലീമി സർഗർമിയാണ് നമ്മൾ നോക്കുന്നത്. തുടങ്ങാം. ട്രാഫിക് സിഗ്നൽ ഔർ സെ ദേഖിയെ ഓർ മുനാസിബ് ജുംലെ ജോഡ് കർ ലിഖിയെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ട്രാഫിക് സിഗ്നലുകൾ ശ്രദ്ധിച്ചു നോക്കുക, എന്നിട്ട് അനുയോജ്യമായ ജുംല, അനുയോജ്യമായ വാചകം അതിനോട് ചേർത്ത് എഴുതുക. നോക്കൂ, ജുംലകൾ എന്തൊക്കെയാണ്? രുക് ജായിയെ ലാൽ സിഗ്നൽ ഹെ. എന്താ അർത്ഥം? ലാൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ചുവന്ന സിഗ്നലാണ്. അപ്പോൾ നിർത്തൂ അല്ലെങ്കിൽ സ്റ്റോപ്പ്. ലാൽ സിഗ്നൽ ഹെ, റെഡ് സിഗ്നലാണ്. അടുത്തത് ഹരാ സിഗ്നൽ ചൽനെ കാ ഇഷാര ഹെ. പച്ച സിഗ്നൽ പോകാനുള്ള നിർദ്ദേശമാണ്. ആകെ സീബ്ര ലൈൻ ഹെ, സഡക് പാർ കീജിയെ. മുന്നിൽ സീബ്ര ലൈൻ ഉണ്ട്, സഡക് പാർ കീജിയെ, റോഡ് മുറിച്ച് കിടക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യും. നമുക്കറിയാലോ ഏത് ചിത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടാണ് ഈ സെൻറ്റൻസുകൾ എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിന് താഴെ എന്ത് ചെയ്യുക? ഈ ജുംല ഏതാണെന്ന് പറഞ്ഞാൽ അത് ശരിയാക്കി എഴുതുക. നമുക്കറിയാലോ ഇത് ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ, അതുപോലെ തന്നെ ഇത് ഇവിടെയാണ് വരിക, അതുപോലെ ഇത് ഇവിടെയാണ്. അപ്പോൾ അതിന് താഴെ നിങ്ങൾ എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നോക്കൂ, മായാക്കോ സൈക്കിൾ ചലാന ബഹുത്ത് പസന്ത് ഹെ. മായയ്ക്ക് സൈക്കിൾ ഓട്ടിക്കാൻ വളരെ ഇഷ്ടമാണ്. വോ ഏക്ക് ഹോഷിയാർ ലടുക്കി ഹെ. അവൾ നല്ലൊരു ശ്രദ്ധാലുവായിട്ടുള്ള പെൺകുട്ടിയാണ് അല്ലേ. ആണ്, നമുക്കറിയാം ഹോഷിയാർ രഹോ എന്നുള്ള പാഠഭാഗം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ മായ എത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലേ. സൈക്കിൾ സവാർ കർത്തേ വക്ത് മായ നെ ക്യാ ക്യാ ട്രാഫിക് റൂൾ കോ നിഭായ ലിഖിയെ. എന്താ പറഞ്ഞത്? ട്രാഫിക് റൂൾ കേട്ടോ, ട്രാഫിക് റോളല്ല, ട്രാഫിക് റൂള്. സൈക്കിള് ഓട്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൈക്കിളിൽ സവാരി ചെയ്യുന്ന സമയത്ത് മായ എന്തൊക്കെ ട്രാഫിക് നിയമങ്ങളാണ് പാലിച്ചത്? ലിഖിയെ. എന്തൊക്കെ ട്രാഫിക് റൂളുകളാണ് പാലിച്ചത്, നിയമങ്ങളാണ് പാലിച്ചത്? നോക്കൂ, നമുക്ക് ആദ്യം തന്നെ പറഞ്ഞത് മായയും സൽമയും അവരുടെ ചംക്കദാർ ഹെൽമെറ്റ് പെഹന്തിയ എന്നാണ് അല്ലേ. ഹെൽമെറ്റ് ധരിച്ചു, അതൊരു ട്രാഫിക് റൂളാണ്. പിന്നെയോ വളരെ പതുക്കെയാണ് അവർ സൈക്കിള് ഓടിച്ചത് അല്ലേ, അതൊന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം ലാൽ സിഗ്നൽ വന്നപ്പോൾ മായ എന്ത് ചെയ്യുന്നുണ്ട്? മായയും സൽമയും സൈക്കിൾ അവിടെ നിർത്തുന്നുണ്ട്. പിന്നെ പച്ച സിഗ്നൽ വന്നപ്പോഴാണ് അവർ അവിടെ നിന്ന് സൈക്കിൾ എടുത്ത് പോകുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്തതാണ്? മായയും അതുപോലെ തന്നെ മായയുടെ പേര് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. മായ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പാലിച്ചിട്ടുള്ള ട്രാഫിക് റൂളുകളാണ്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. നമ്മൾ ഉത്തരമായി ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. നോക്കൂ, മായ നെ സൈക്കിൾ സവാർ കർത്തേ വക്ത് ഹെൽമെറ്റ് പഹൻതി ഹെ. മായ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൈക്കിൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കുന്നു. വോ സൈക്കിൾ പെർ ആരാം സേ സവാർ കർത്തി ഹെ. അവൾ സൈക്കിളിൽ വളരെ സ്പീഡൊക്കെ കുറച്ച് സാവധാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. ഒപ്പം തന്നെ ലാൽ സിഗ്നൽ പെർ സൈക്കിൾ രോക്തി ഹെ. ലാൽ സിഗ്നലിൽ സൈക്കിൾ നിർത്തുന്നു. ഓർ ഹരാ സിഗ്നൽ മിൽനെ ബാദ് സവാർ ശുരു കർത്തി ഹെ. പിന്നെയോ പച്ച സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രം സവാരി അല്ലെങ്കിൽ യാത്ര പുനരാരംഭിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള റൂളുകളൊക്കെ അല്ലെങ്കിൽ ട്രാഫിക് റൂൾസൊക്കെ നമുക്കും ബാധകമാണ്. നമ്മളും സൈക്കിൾ ഓടിക്കുന്ന സമയത്തൊക്കെ ഇതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നോക്കൂ, ട്രാഫിക് മേ ലാൽ സിഗ്നൽ ഹെ ഹമേ രുക്ന ചാഹിയെ. ട്രാഫിക്കിൽ ലാൽ സിഗ്നലാണ്, നമുക്ക് എന്ത് ചെയ്യണം? നിർത്തണം അല്ലേ. മായ നെ ബച്ചോ സേ കഹ. മായ കുട്ടികളോട് പറഞ്ഞു. ബച്ചോ സടക് കെ കിനാരെ ഇസ് തരഹ കെ സൈൻ ബോർഡ് ഹോത്തെ ഹെ. ട്രാഫിക് കവാനീൻ കെ ചന്ദ് സൈൻ ബോർഡ് തയ്യാർ കീജിയെ. എന്താ പറഞ്ഞത്? കുട്ടികളെ, റോഡിനരികിൽ ഇതുപോലത്തെ സൈൻ ബോർഡുകൾ ഉണ്ടാവും. ട്രാഫിക് കവാനീൻ കെ ചന്ദ് സൈൻ ബോർഡ് തയ്യാർ കീജിയെ. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സൈൻ ബോർഡുകൾ തയ്യാറാക്കുക. അപ്പോൾ എന്താണ് സൈൻ ബോർഡ്? സൈൻ ബോർഡ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, സടക്കി ദായീൻ തറഫ് ചലിയേ. റോഡിൻ്റെ വലത് ഭാഗത്തുകൂടെ നടക്കുക എന്ന് പറയാറുണ്ട്. നമുക്കറിയാമല്ലോ റോഡിൻ്റെ വലത് ഭാഗത്തുകൂടെയാണ് കാൽനട യാത്രക്കാരൊക്കെ നടക്കേണ്ടത്. വാഹനങ്ങളാണ് റോഡിൻ്റെ ഇടത് ഭാഗത്തുകൂടെ പോകേണ്ടത്.
മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സൈൻ ബോർഡുകൾ, അപ്പോൾ അതാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. ട്രാഫിക് റൂൾസിനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പലതരത്തിലുള്ള സൈൻ ബോർഡ്സ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. നോക്കൂ, നിങ്ങളിങ്ങനെ ത്രികോണത്തിലുള്ളത് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ റെഡ് കളറിൽ, ത്രികോണമല്ല, സർക്കിളിലുള്ളത് കണ്ടിട്ടുണ്ടാവും. റെഡ് കളർ ബോർഡറിൽ ഉള്ളിൽ വൈറ്റ് കളറായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളത്, അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് റെഡ് സർക്കിളിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സൈൻ ബോർഡുകൾ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. അഥവാ സ്റ്റോപ്പ്, അഥവാ നോ എൻട്രി, ഇവിടേക്ക് പ്രവേശനമില്ല, ഇങ്ങനെ പറയുന്നതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അവ മാൻഡേറ്ററി ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതുണ്ട്. അതുപോലെ തന്നെ ത്രികോണത്തിലുള്ളതുണ്ട്. റെഡ് കളറിൽ ഇങ്ങനെ ട്രയാങ്കിളിലുള്ളതുണ്ടാവും. അത് നമുക്ക് വാണിംഗ് തരുന്നതാണ്. അഥവാ അവിടെ ഒരു ഇടുങ്ങിയ പാലമുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഹമ്പുണ്ട്, അങ്ങനെയുള്ളതൊക്കെ തരുന്നത് എന്താണ്? വാണിംഗ് ആണ്. പിന്നെ ഇങ്ങനെ നമ്മുടെ റെക്റ്റാങ്കിളിൽ തരും, അഥവാ ചതുരത്തിൽ തരും, ബ്ലൂ കളറിലോ ഗ്രീൻ കളറിലോ ഒക്കെ. ഇത് നമുക്ക് ഇൻഫർമേഷൻ തരുന്നതാണ്. അഥവാ അപ്പുറത്ത് പെട്രോൾ പമ്പുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടലുണ്ട്, അങ്ങനെയുള്ളതൊക്കെ തരുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള സൈൻ ബോർഡുകളുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? സടക്കി ദായി തറഫ് ചലിയെ എന്നാണ് അല്ലേ. റോഡിൻ്റെ വലത് ഭാഗത്തു കൂടെ നടക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് എഴുതാം. ഗാഡിയാം അല്ലേ, വാഹനങ്ങൾ എങ്ങനെയാണ് പോവേണ്ടത്? ഗാഡിയാ സടക്കി ബായി തറഫ് സേ അല്ലെങ്കിൽ ബായി തറഫ് ചലിയെ അല്ലേ. വാഹനങ്ങൾ പോകേണ്ടത് എങ്ങനെയാണ്? ഇടത് ഭാഗത്ത് കൂടെ. പിന്നെ അതേപോലെ ഓവർ സ്പീഡിനെ കുറിച്ച്, അമിതവേഗം ആപത്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഓവർ സ്പീഡ് ഖത്തർനാക്ക് ഹേ എന്ന് എഴുതാം. അമിതവേഗം അല്ലേ, അമിതവേഗം ആപത്ത്. അതേമാതിരി പിന്നെന്തെഴുതാം? മൊബൈൽ ഫോൺ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വാഹനം ഓടിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ड्राइविंग के दौरान मोबाइल का इस्तेमाल न कीजिए എന്ന് എഴുതാം അല്ലേ. പിന്നെ എങ്ങനെയാണ്? റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് മാത്രം റോഡ് മുറിച്ച് കിടക്കുക. അപ്പോൾ എങ്ങനെ എഴുതാം? ധ്യാൻ സേ സടക്ക് പാർ കീജിയേ. ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ റോഡ് സൈഡുകളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതും ഓവർ സ്പീഡ് അപകടമാണെന്നുള്ളതും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതും എന്താണ്? സൈൻ ബോർഡുകളാണ്. ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളും കൂടെയാണ്. നമ്മളെപ്പോഴും വാഹനങ്ങൾ റോഡിൻ്റെ ഇടത് ഭാഗത്തു കൂടെയാണ് പോവേണ്ടത്. അതുപോലെ തന്നെ മൊബൈലൊന്നും ഉപയോഗിക്കാൻ നമ്മൾ പാടില്ല ഡ്രൈവിങ്ങിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് റോഡ് മുറിച്ച് കിടക്കാൻ പാടുള്ളൂ അല്ലേ. ഓവർ സ്പീഡ് അപകടമാണ്. ഓക്കെ. അടുത്തത് മായാനെ സടക് പർ ഗിരേ ഹുയേ ആദമി കോ പാനി പിലായ. മായ റോഡിൽ വീണ് കിടക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? വെള്ളമൊക്കെ കൊടുത്തു അല്ലേ. പാസ് കി ദുകാൻ സേ ഫോൺ കർക്കെ ആംബുലൻസ് ബുലാക്കർ ആദമി കി ജാൻ ബച്ചായി. അടുത്തുള്ള കടയിൽ പോയിട്ട് ഫോണൊക്കെ ചെയ്ത് ആംബുലൻസിനെ വിളിച്ച് ആ ആളിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി. ബച്ചോ മായ കി തര അഗർ ആപ്നെ ബി കിസി കി മദദ് കി ഹേ തോ ഇസേ അപ്പനെ അൽഫാസ് മേ ലിഖിയെ. കുട്ടികളെ, നിങ്ങൾ മായയെപ്പോലെ ഇതുപോലെ ആരെയെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നിങ്ങളുടേതായ വാചകങ്ങളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വല്ല ഇൻസിഡൻറ്റുകളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ. അപ്പോൾ ഇതോടുകൂടെ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ തീരാണ്. അടുത്ത പാഠഭാഗവുമായിട്ട് വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.